എൻ്റെ പേര് എലിസബത്ത്. ഞാൻ താമസിക്കുന്നത് തിരുവല്ല ചങ്ങനാശ്ശേരി MC റോഡിൻ്റെ സൈഡിലെ ഇടിഞ്ചിലത്തെ വിജയ കൺവെൻഷൻ സെൻറ്ററിനോട് ചേർന്ന് ഉള്ള MC റോഡിൻ്റെ സൈഡിലാണ് ഞാൻ താമസിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ 25 വർഷത്തിലധികമായി ഇവിടെ താമസിക്കുകയാണ്. അപ്പം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യം വന്ന മഴയ്ക്ക് തന്നെ എൻ്റെ വീടിൻ്റെ ചുറ്റുപാടുകളും എല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങി പോയിട്ടുണ്ട്. അതിപ്പോൾ വെള്ളം കയറാനുള്ള കാരണം എന്താണ്? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചുറ്റുപാടും പാടശേഖരമായിട്ട് കിടന്ന സ്ഥലങ്ങളായിരുന്നു. എന്നാൽ സമീപവാസികളെല്ലാം തന്നെ മണ്ണിട്ട് ഉയർത്തിയത് കാരണം വെള്ളം ഒഴുകി പോകാനുള്ള സാഹചര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ തൊട്ടടുത്ത പുരയിടത്തിലുള്ള ആൾ കഴിഞ്ഞ മാസം റോഡിനേക്കാളിലും ഉയരത്തിലെ മണ്ണ് ഉയർത്തി സ്വാഭാവികമായിട്ടുള്ള നീർച്ചാലുകളെല്ലാം അടച്ച് മണ്ണിട്ട് കാരണം ഒരു ഡ്രോപ്പ് വെള്ളം പോലും പുറത്തു പോകാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. 4 സൈഡും ഉയർന്നു നിൽക്കുകയും എൻ്റെ സ്ഥലം താഴ്ന്നു നിൽക്കുകയും ചെയ്ത സാഹചര്യം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ഡ്രോപ്പ് വെള്ളം പോലും ഇപ്പോൾ പുറത്തു പോകത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആദ്യത്തെ മഴയിൽ തന്നെ ഇങ്ങനെ വെള്ളം നിറയാൻ കാരണമായത്. വീടിൻ്റെ അകവും വീടിൻ്റെ പുറവും എല്ലാം തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. അല്ല, അപ്പോൾ ഈ തൊട്ടടുത്തുള്ള പറമ്പുകളിലൊക്കെ മണ്ണിട്ട് നികത്തി അതിനെതിരെ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്, നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഏപ്രിൽ 18-ാം തീയതി ഇവിടെ മണ്ണ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ അവരോട് സംസാരിച്ചിരുന്നു. വില്ലേജിലും RDOയിലും പരാതി കൊടുത്തപ്പോൾ ആ സ്ഥല ഉടമസ്ഥനെ വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ നേരിൽ സംസാരിച്ച് ഇതിനൊരു ജലനിർഗമന മാർഗം ഉണ്ടാക്കിക്കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പണി ചെയ്തോട്ടെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വില്ലേജിൽ നിന്ന് അവരെടുത്ത് വാക്കാൽ പറയുന്നത് ഞാൻ കേട്ടതാണ്. ഇങ്ങനെ എന്തെങ്കിലും പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി, അതായത് ജലനിർഗമന മാർഗം സൃഷ്ടിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഈ പണി മുന്നോട്ട് പോകാവൂ, അതുവരെ പണി നിർത്തി വെക്കണം എന്ന് വാക്കാൽ പറയുന്നത് എൻ്റെ മുൻപ് വെച്ച് ഞാൻ കേട്ടതാണ്. അവർ കുറേ ലെറ്റർ അയക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ തുടർന്ന് ഞാൻ ഈ 2 ഓഫീസുകളിൽ അന്വേഷിച്ചപ്പോൾ അവരതിൻ്റെ പ്രോഗ്രസ് അറിയിക്കാം, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തഹസിൽദാരുടെ അടുത്ത് ഞാൻ പോയി, അവിടുന്ന് അത് സൈൻ ചെയ്ത് പഞ്ചായത്ത് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. RDOയിലേക്ക് തിരിച്ചയച്ചു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ചെയ്തതായിട്ടാണ് അറിയുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് ഇന്നലെ പെയ്ത മഴയിൽ എൻ്റെ വീടും ചുറ്റുപാടും മുഴുവനും വെള്ളത്തിലായിരിക്കുകയാണ്. ഇന്നലെ വീടിൻ്റെ അകത്തെല്ലാം വെള്ളമായിരുന്നു. വീടിനകം മൊത്തം വെള്ളമായി. വീടിനകത്ത് കുറേ സാധനങ്ങൾ പെട്ടെന്ന് വന്നതായ മഴയായതുകൊണ്ട് കുറേ സാധനങ്ങൾ നശിച്ചു പോകാനിടയായി. എനിക്ക് കുഞ്ഞുങ്ങളെ 2 പേരുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അവരെ സേഫ് ആക്കണം. അപ്പോൾ ആ കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ. എത്ര വയസ്സുള്ള കുട്ടികളാണ്? 3 വയസ്സും 10 മാസം 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരെ സേഫ് ആക്കണം. അവർ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വെള്ളം കയറി വരുന്നത്. അപ്പോൾ അവരെ എത്രയും പെട്ടെന്ന് അവരെ എടുത്ത് സേഫ് ആക്കുക. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവിടുന്ന് ആൾക്കാർ വന്നു. SIയും മറ്റു ഉദ്യോഗസ്ഥരും വന്ന് ഞങ്ങളെ സഹായിച്ച് വീട്ടിൽ നിന്ന് പുറത്ത് പോകാനായിട്ട് അവരുടെ ജീപ്പിൽ തന്നെയാണ് ഞങ്ങളെ പുറത്ത് കൊണ്ടുപോയി ആക്കിയത്. ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള വസ്തുക്കൾ അതിൻ്റെ ആൾക്കാരുമായിട്ട് അതിൻ്റെ ഉടമസ്ഥരുമായിട്ട് നമ്മൾ വല്ലതും സംസാരിച്ചിട്ടുണ്ടോ? ഉടമസ്ഥന് മണ്ണിനടിച്ച് ഉയർത്തുന്ന സമയത്ത് വില്ലേജിൽ പരാതിപ്പെട്ടു. വില്ലേജിൽ ഞാൻ രേഖാമൂലം, അതായത് കത്ത് കൊടുത്ത്, പരാതി കത്ത് തന്നെ കൊടുത്തു. ആ സമയത്ത് അവരെ വിളിക്കുകയും ഉടമസ്ഥന് എല്ലാ പേപ്പേഴ്സും സഹിതം ഓഫീസിൽ ഹാജരാണെന്നൊരു ഫോണിൽ വിളിച്ച് പറയുന്നത് എൻ്റെ മുൻപ് വെച്ചാണ്. അതനുസരിച്ച് അടുത്ത ആഴ്ച ആൾ സ്ഥലത്ത് വന്നു. പക്ഷേ ഇവരുമായിട്ട് ഓഫീസിൽ ചെന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ചെല്ലുമെന്ന് പറഞ്ഞു, പ്രോഗ്രസ് എന്നെ അറിയിക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. എൻ്റെ ആവശ്യം ഇത് മാത്രമേ ഉള്ളൂ, ഈ വെള്ളം എത്രയും പെട്ടെന്ന് ഒഴുകിപ്പോകാനുള്ളൊരു മാർഗം സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ആ നീർച്ചാൽ അത് തുറന്ന് തന്നുകൊണ്ട് ഈ വെള്ളം ഒഴുകി പോകാനുള്ള വഴി ഉണ്ടാക്കി തരണം. അതിപ്പം കംപ്ലീറ്റ് മണ്ണിട്ട് മൂടിയിരിക്കുക. ഈ സ്ഥലക്കാർക്ക് ഇപ്പം അവരുടെ ആധാരത്തിൽ പറയുന്നതിൽ കൂടുതൽ സ്ഥലമുണ്ട് ഇപ്പം. അപ്പം സ്വാഭാവികമായിട്ടുള്ള നീർച്ചാലുകൾ മൂടി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിന് തൊട്ടടുത്ത് ഒരു ഈ നീർച്ചാലുകളുടെ ഒരു നെറ്റ്വർക്ക് ഉള്ളൊരു സ്ഥലമാണിത്. കാരണം പണ്ട് പാടശേഖരമായിരുന്നു. ചെറിയ തോടുകളും അത് ചെന്ന് ചേരുന്ന വലിയ തോടുകളും തൊട്ടടുത്ത് ഉണ്ട്. MC റോഡിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് തോടുകളും ഉള്ളതായിരുന്നു. എനിക്കറിയാം. ഞങ്ങൾ 45 വർഷമായിട്ട് ഈ സ്ഥലം ഞങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് വരുന്നത്.